നമുക്ക് ആവശ്യത്തിന് ഉള്ള തേങ്ങ ചിരണ്ടിയതാണ്. തേങ്ങ കൊണ്ടാണ് ഞാനിന്നൊരു പായസം ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചേർക്കാനുള്ള ചവ്വരി വേവിച്ചത്, ഒന്നാം പാല്, രണ്ടാം പാല്, മിൽക്ക് മെയ്ഡ്, ഏലക്ക, തേങ്ങ അരിഞ്ഞത്, നെയ്യ്, പഞ്ചസാര. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു, പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. തേങ്ങ ചിരണ്ടി വെച്ച് തേങ്ങ കൊണ്ടുള്ളൊരു പായസമാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ എൻ്റെ ഈ പാചകം കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും കാണണം. ഞാൻ ഓരോരോ പാചകങ്ങളും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ അതുപോലെ നമുക്കിനി അതിലേക്ക് തേങ്ങ ഇടാം. പാല് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടാം. തേങ്ങ മൂപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ചിരണ്ടി വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് തിളച്ച തേങ്ങാപ്പാലിനകത്ത് രണ്ടാം പാല് തിളച്ച രണ്ടാം പാലിനകത്ത് ഈ തേങ്ങ ചിരണ്ടിയത് അതിനകത്തിട്ട് വേവിക്കുക. നമുക്കതിലേക്ക് ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കാം. ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ചേർന്ന് നന്നായിട്ട് അത് കിടന്ന് വെന്ത് ഇതായി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചത് ചതച്ചത് ഇതിലേക്ക് ഇടാം. പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ചവ്വരിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ചിരണ്ടിയിട്ട തേങ്ങയും നന്നായി വേകുന്നുണ്ട്. വേറൊരു മണമാണ് അതിൽ വരുന്നത്. നല്ല ഒരു പായസമാണത്. നമുക്ക് ചവച്ച് തിന്നാം. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് പരുവം. നമ്മുടെ തേങ്ങാപ്പാല് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അതുപോലെ കശുവണ്ടി, കിസ്മിസ് ഇതിന് മൂപ്പിച്ചിടത്തില്ല. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയാണ് ഇതിൽ മൂപ്പിച്ചിടുന്നത്. അധികമായിട്ട് മൂത്തും കൂടാ, ചെറിയൊരു പരുവത്തിനെ മൂപ്പിക്കാവൂ. കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് ഞാൻ ചേർക്കത്തില്ല. വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി പായസമായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ നെയ്യുടെ എല്ലാം നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ മധുരം ചേർക്കാം. എപ്പോഴും മധുരം ചേർക്കുമ്പോൾ കുറച്ചേ ചേർക്കാവൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്കതിനെ ചേർക്കാവുന്നതാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ, അതുപോലെ ഞാൻ തേങ്ങ ചിരണ്ടിയെടുത്ത തേങ്ങ കൊണ്ട് ഞാൻ പായസം വെച്ചതാണ് ഇത്. പിന്നെ അതിൽ ചേർക്കേണ്ടത് തേങ്ങ ചിരണ്ടിയത്, ഒന്നാം പാല്, തേങ്ങാപ്പാലാണ് ഒന്നാം പാല്, രണ്ടാം പാല്, ചവ്വരി വേവിച്ചത്, ഏലക്ക, മിൽക്ക് മെയ്ഡ്, നെയ്യ്, പഞ്ചസാര, ഇതെല്ലാം തേങ്ങ വറുത്തിട്ടത്. കശുവണ്ടിയോ കിസ്മിസോ ഒന്നും ഇതിനകത്തും ചേർക്കത്തില്ല.
ഇതൊന്ന് വെച്ച് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയാൽ സൂപ്പർ അടിപൊളി. സത്യമായിട്ട് എനിക്കിത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമുക്കിത് കഴിക്കണ്ടേ? എല്ലാവരും വരെ. സൂപ്പർ സാധനം, നല്ലത്, അടിപൊളിയായിട്ടുണ്ട്. എനിക്കിതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പായസം, പൈനാപ്പിൾ പായസം വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ നാക്ക് കുഴുന്നു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കേൾക്കുമ്പോൾ തോന്നും ചിരണ്ടിയ തേങ്ങ കൊണ്ട് അതെന്ത് പായസമാണെന്ന്. പക്ഷെ അത് വെച്ച് കഴിക്കുമ്പോഴേ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം അതിനകത്ത് ചേർത്ത് നമ്മളത് ഉണ്ടാക്കി അതിൻ്റേതായ രീതിയിൽ എടുക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും വെച്ച് തരണമെന്നുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും തൃപ്തിപ്പെടുക, എല്ലാവരും ഇത് വയ്ക്കുക, എല്ലാവരും ഇത് വെക്കണം. പിന്നെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇത് വെച്ച് കൊടുക്കുക. അതുപോലെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. ബൈ ബൈ.